അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ സ്വന്തം കക്കറൊട്ടിയാണ്. ഇവിടെയൊക്കെ ഭയങ്കര മെയിനായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കക്കറൊട്ടി. നമ്മളിതിനെ കക്കറൊട്ടി എന്ന് പറയും, ചിലർ ആണപ്പത്തിൽ എന്ന് പറയും, കുഞ്ഞിപ്പത്തിൽ എന്ന് പറയുന്നവരുണ്ട്, കുഞ്ഞറൊട്ടി എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ അല്ലാണ്ട് കാസർഗോഡ് സ്റ്റൈലിൽ കടുമ്പ് എന്ന് പറയുന്നുണ്ട്. കടുമ്പ് പക്ഷേ ഇതിലും കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ ഈ പല പേരുകളുള്ള പോലെ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് മാറ്റം വരും. അപ്പോൾ ടേസ്റ്റിനും അതിനനുസരിച്ചിട്ടുള്ള മാറ്റം വരും. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കക്കറൊട്ടി അരിയിലേക്ക് കുറച്ച് സ്പൈസസും ജീരകങ്ങളും തേങ്ങയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെയാണ് കക്കറൊട്ടി ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ആ ഒരു മെത്തേഡല്ല. അരിയിലേക്ക് ഒന്നും ചേർക്കാണ്ട് പ്ലെയിനായിട്ട് ഇതേപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ കക്കറൊട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കക്കറൊട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ ഞാനൊരു നൂൽപുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെങ്ങനെ കണ്ടിട്ടുള്ളൂ. അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ആ ഒരു അരിയിൽ തന്നെയാണ് ഞാൻ കക്കറൊട്ടി ഉണ്ടാക്കാനെടുത്തത്. പകുതി കക്കറൊട്ടിയും പകുതി നൂൽപുട്ടും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് പുഴുങ്ങലരി പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് ഞാനിങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മിക്സിയിലും അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് കക്കറൊട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ അരക്കുന്ന അരി കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. അത് നല്ല തിളച്ച് വന്ന വെള്ളത്തിലേക്ക് പുഴുങ്ങലരി ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടാണ്. പിന്നെ സ്പൈസസും തേങ്ങയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടാണ് പിന്നെ കക്കറൊട്ടി ഉരുട്ടിയെടുക്കുക. അപ്പം ഞാനിത് സ്പൈസസ് ഒന്നും ചേർക്കാണ്ട് അതും പച്ചവെള്ളത്തിലാണ് ഈ പുഴുങ്ങലരി കുതിർത്ത് വെച്ചത്. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അരി അരച്ചെടുത്തിട്ട് അങ്ങനെ കക്കറൊട്ടി ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ അരി കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളവർക്ക് അരിപ്പൊടി എടുക്കുക. നല്ല പുഴുങ്ങലരി പൊടിച്ചതുണ്ടാവും, അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഉണ്ടാവും. അത് നല്ല ചൂടുവെള്ളത്തിൽ ഒന്നങ്ങ് വാട്ടിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്ടിപ്പത്തിലിനൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ നന്നായി ഒന്നങ്ങ് വാട്ടിയെടുത്തിട്ട് പിന്നെ ഒന്ന് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് അങ്ങനെ അരിപ്പൊടി എടുക്കുമ്പോൾ അരി ഇങ്ങനെ അരക്കേണ്ട മെനക്കേടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം, പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കരുത്. അപ്പോൾ അരി നമ്മൾ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് വേവിച്ചെടുക്കുമ്പോൾ അത് കട്ട പിടിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞാനിപ്പം അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കുക. അപ്പോൾ പച്ചരിപ്പൊടിയോ അല്ലെങ്കിൽ പുഴുങ്ങലരിപ്പൊടിയോ എടുത്താൽ മതി. കുറച്ചേ വേണ്ടുള്ളൂ ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അരി അരക്കുമ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലേ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ, ഈ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും. അങ്ങനെ അത് നന്നായിട്ട് ഇപ്പം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കക്കറൊട്ടി ഉരുട്ടിയെടുക്കാം. കക്കറൊട്ടി ഇപ്പോൾ ഉമ്മ ഇങ്ങനെ ഉരുട്ടുന്നുണ്ട്. ഉമ്മവിന് ഏറ്റവും ചെറിയ സൈസിലാണ് ഉരുട്ടാൻ. കടുമ്പ് എന്നെല്ലാം പറയുമ്പം കുറച്ചും കൂടെ വലിയ സൈസിലായിരിക്കും ഉണ്ടാവാൻ. അപ്പം നമ്മളിപ്പോൾ ഇത് ഏറ്റവും ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് ഉരുട്ടിയെടുത്തിട്ട് ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഉമ്മ അവിടെ കക്കറൊട്ടി ഉരുട്ടുന്ന സമയത്തേക്ക് ഞാനിപ്പം ബീഫിൻ്റെ ഒരു കറി ഉണ്ടാക്കണം. പിന്നെ അതേപോലെ തന്നെ തേങ്ങൻ്റെ ഒരു മസാലയും വേണം. എല്ലാം കൂടെ മിക്സാക്കിയിട്ടാണ് കക്കറൊട്ടി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പം കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തിട്ട് എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ബീഫാണ്. അതിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 300 ഗ്രാമോളം ബീഫ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ടങ്ങ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ തേങ്ങ അരക്കുമ്പം അതിലേക്കും കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടും ബാലൻസ് ആക്കിയിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി കൈകൊണ്ടൊന്നങ്ങ് ഈ ബീഫിലേക്ക് എല്ലാ മസാലയും പിടിക്കുന്ന കണക്കിന് നന്നായിട്ടൊന്നങ്ങ് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയ ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഈ ബീഫ് വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ബീഫ് വേവിക്കുമ്പം കുറേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ അത് വെന്തതിന് ശേഷം വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പം ബീഫിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് 1 ഗ്ലാസ് ചേർത്താൽ മതി.
അപ്പോൾ ഇതിലേക്ക് എന്നോട് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയ ഒന്നുണ്ട്, പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പം എന്തായാലും കക്കറൊട്ടി തൂങ്ങിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും. എന്നാലും ഈ ഒരു ബീഫിന് വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളക് ഞാനിപ്പം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്നങ്ങ് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ബീഫ് വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് അവിടെ വേവുന്ന സമയത്തേക്ക് ഞാനിപ്പം തേങ്ങൻ്റെ ഒരു മസാല അരച്ചെടുക്കുകയാണ്. അപ്പം മിക്സീൻ്റെ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരവിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും വരുന്നത് ജീരകത്തിൻ്റെ മണമാണ്. അപ്പം 1 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടങ്ങ് അരച്ചെടുക്കണ്ട, പിന്നെ നല്ല ഫൈനായിട്ടും അരയേണ്ട, ഒന്ന് തരുതരിപ്പായിട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ ഒന്നങ്ങ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുത്തത്. ഒന്നങ്ങ് ക്രഷായ പോലെയാണ് വന്നിട്ടുള്ളൂ. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും ഈ ഒരു കക്കറൊട്ടിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് തരുതരിപ്പായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ബീഫ് വെന്തോന്ന് നോക്കാം. ഇപ്പം തന്നെ ബീഫ് വേവണം. പിന്നെ കക്കറൊട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ബീഫ് വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കക്കറൊട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അത് ഞാനിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ബീഫ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് കക്കറൊട്ടി തൂങ്ങിച്ചെടുക്കാം. അപ്പോൾ ഈ ബീഫിലുള്ള വെള്ളം ഞാൻ വറ്റിച്ചെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. കക്കറൊട്ടിയിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് മിക്സാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കക്കറൊട്ടി ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കക്കറൊട്ടീൻ്റെ കൂടെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തത്, ഇതിൽ കക്കറൊട്ടി ഒന്ന് ഫിൽ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് എനിക്കത് ആ ഒരു ബൗളിൽ നിന്ന് എടുത്ത് മാറ്റാനും പറ്റുന്നില്ല. ചൂടൊക്കെ ആറിയതിന് ശേഷം മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കക്കറൊട്ടിയും അതുപോലെ തന്നെയാണ്. ചൂടോട് കൂടിയിട്ട് നമുക്കിത് എടുക്കാനൊന്നും പറ്റില്ല. ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി കക്കറൊട്ടി തൂങ്ങിച്ചെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നപ്പം ഓയിൽ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒന്നങ്ങ് വാട്ടിയെടുക്കണം. ഒരു അരമുറി ഉള്ളി മതിയാവും. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു എണ്ണയിൽ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ മാളി വരുന്നതിൻ്റെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിയൊന്നും ഒരുപാട് അങ്ങ് എന്താ പറയുക വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അങ്ങനെ ഇപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ ചെയ്യുന്നത് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തേങ്ങ അങ്ങ് അരച്ചത് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ വാട്ടി വാട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഈ ഒരു എണ്ണയിൽ അങ്ങ് വാട്ടിയെടുക്കുമ്പം നല്ലൊരു എന്താ പറയുക നല്ല വറുത്തെടുക്കുന്നതിൻ്റെ ഒരു മണമൊക്കെ വരും. അങ്ങനെയാകുമ്പം കക്കറൊട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങ ഈ എണ്ണയിലൊന്നങ്ങ് നന്നായിട്ട് വാട്ടിയെടുക്കുക, നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും, അത്യാവശ്യം കളറൊക്കെ ആയി വരും. അപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് തേങ്ങ വേണമെങ്കിൽ നമുക്ക് ആദ്യമേ വറുത്തെടുക്കാം. എങ്ങനെ നമ്മൾ തേങ്ങ വറുത്തരച്ച കറിക്കൊക്കെ വേണ്ടിയിട്ട് വറുത്തെടുക്കുന്നുണ്ടല്ലോ, അതേപോലെ ആദ്യം വേറൊരു പാനിലൊന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ തേങ്ങയിലേക്ക് ഇട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ എണ്ണയിൽ മാളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലെയിനായിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന കക്കറൊട്ടിക്ക് ഇങ്ങനെ വറുത്തെടുക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ കൈവെക്കാണ്ട് അങ്ങനെ അങ്ങ് ഇളക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫിൻ്റെ കറിയും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയും ഈ ഒരു ബീഫിൻ്റെ കറിയും എല്ലാം കൂടെ നന്നായി പിടിച്ചിട്ട് എന്താ പറയുക ഒന്ന് നന്നായി തിളച്ച് വരണം. നന്നായിട്ടൊരു 1-2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളിനി കക്കറൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് തിളക്കാനായിട്ട് നമുക്കിതെല്ലാം കൂടെ അടച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കാം. അപ്പോഴേക്കും ഈ തേങ്ങയും ബീഫിൻ്റെ കറിയും ഒക്കെ നന്നായി പിടിച്ച് വന്നോളും, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ കക്കറൊട്ടിക്ക് മല്ലീൻ്റെ കളറാണ് കൂടുതൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ മുളക് പൊടീൻ്റെ അളവ് കുറച്ചിട്ട് മല്ലിപ്പൊടീൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കക്കറൊട്ടി ഒന്ന് ഒറ്റയാക്കിയെടുക്കാം. ഇതേപോലെ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒറ്റയായി വന്നോളും.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി തിളച്ച് വന്ന ഈ ഒരു ഗ്രേവിയിലേക്ക്, ഈ ഒരു ബീഫിൻ്റെ കറിയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കക്കറൊട്ടി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി അഥവാ കട്ട പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് മിക്സാക്കുമ്പോഴേക്കും അതൊക്കെ അങ്ങ് ഒറ്റയായി പോവും. അങ്ങനെ കട്ട പിടിച്ച പോലെയൊന്നും നിൽക്കില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതും ഒരു 2-3 മിനിറ്റ്, കുറഞ്ഞത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കക്കറൊട്ടീൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഗ്രേവിയൊക്കെ പിടിച്ച് വരണം, നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയ ശേഷം കുറച്ച് മല്ലിയില ഞാനിപ്പോൾ അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചിട്ടിങ്ങനെ വെക്കാം. അപ്പോൾ തീ കൂടുതലായിട്ട് വെക്കണ്ട, അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇടയ്ക്കൊന്നിങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. പിന്നെ ഒരു ഭാഗത്ത് മാത്രമല്ലേ മസാല ഉണ്ടാവും, അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല അങ്ങനെ അങ്ങ് കയറണം. പിന്നെ ആ ഒരു ഗ്രേവി കുറച്ചൊന്ന് വറ്റിയിട്ട് ഈ ഒരു കക്കറൊട്ടിയിലേക്കും അതിൻ്റെ ആ ഒരു കളറും സത്തും ഒക്കെ പിടിച്ച് കിട്ടണം. അതിനായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ കക്കറൊട്ടി ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം കക്കറൊട്ടി നല്ലോണം എന്താ പറയുക, നല്ല കുക്കായി വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. ആ ഒരു വെള്ള കളറിലുള്ള കക്കറൊട്ടി നല്ലൊരു മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കക്കറൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിയാണ്. പ്രത്യേകിച്ചും നമ്മൾ അരിയിൽ ഒരുപാട് മസാലകളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കക്കറൊട്ടി എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോസ് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെപ്പോൾ വീഡിയോ ഇടുന്നേരം അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാമല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അൺടിൽ കീപ്പ് വാച്ചിങ് മൈമുൻസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. സ്റ്റേ ഹാപ്പി. താങ്ക് യു.